കോഴിപ്പറമ്പ് അയ്യപ്പനും സാരഥിയും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തിരുവോണം നാളിലെ ഒരു വീഡിയോ ആണ്. ആനയ്ക്ക് പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലോങ് വീഡിയോ അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ തിരുവോണം നാളിലൊരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. തിരുവോണം നാളിൽ ആനനെ കാലത്ത് തന്നെ കഴുകണ നമ്മുടെ കുട്ടനും അക്ഷയും കൂടി കഴുകണാണ്. ഞാൻ വീഡിയോ എടുക്കണ്ട കാരണം അങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കണം. ശരിക്കും ഒരു ആനനെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം പിടിക്കും. അതിൽ 1 മിനിറ്റ് ചുരുക്കിയാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തിരിക്കുന്നത്. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നേരെ ആനനെ നമ്മളെ തറിയിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി കുറി അടിക്കാണ്. ആന നമ്മുടെ അയ്യപ്പൻ നിന്ന് തരണല്ലോ കുറി അടിക്കാൻ. ഞാൻ ഇങ്ങനെയല്ല കുറി അടിക്കാറ്, പല സമയത്തും പല രീതിയിലാണ് കുറി അടിക്കാറ്. അപ്പൊ ഇന്നിപ്പോ തിരുവോണമായിട്ട് ഇങ്ങനെ അടിക്കാന്നുള്ള ഇതിലാണ്. പിന്നെ ആന അപ്പൊ കുറിയടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മുടെ അയ്യപ്പനെ നിർത്തിയിരിക്കണാണ്. അപ്പൊ കുറിയടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാല് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം. അപ്പൊ ഞാനും നമ്മുടെ അയ്യപ്പനും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ നേരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പല കാര്യങ്ങളിങ്ങനെ കുശലങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും, അതിനെ ലാളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് 2 മക്കളാ, അത് കൂടാണ്ട് 3ാമത്തെ മോനാണ് എൻ്റെ അയ്യപ്പൻ. അപ്പൊ പിന്നെ നമ്മള് തിരുവോണമായിട്ട് അതിനോട് ഒരു വാക്കും കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സദ്യ വേണ്ടേന്നുള്ളത്. അപ്പൊ നമ്മള് സദ്യക്കുള്ള ഒരുക്കത്തിലാണ്. അവില് വെക്കണം, പിന്നെ തോരൻ വെക്കണം. അപ്പൊ നമ്മുടെ കുട്ടാപ്പു ചോറ് ഇളക്കുന്നുണ്ട്. എനിക്കുള്ള ചോറും റെഡിയൊക്കെ ആയിട്ട് വേണം കേട്ടോ. അങ്ങനെ ആനയ്ക്കുള്ള സദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവില് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ അവില് ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങളൊരു പപ്പടം, പിന്നെ പയറിന്റെ ഒരു ഉപ്പേരിയും അവില് ഞങ്ങളിവിടെ ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിൽ കാണുന്ന ബാക്കിയുള്ളതൊക്കെ ഞാനും നമ്മുടെ പിള്ളേരും ഒക്കെ കൂടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ്. ഓരോരോ കറികളും നമ്മുടെ ആരിശ് വിളമ്പുണ്ട്. അത് ചോറ് റെഡിയായി, ചോറും കൊണ്ടുവന്ന് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചമ്പുളി അച്ചാറൊക്കെ അരിച്ചു കൊണ്ടുവന്നത്, ബീട്രൂട്ട് കറി, പിന്നെ അതില് പൈനാപ്പിൾ കറിയും സാമ്പാറും ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്നുണ്ടെന്നതാണ്. അപ്പൊ ഒരുവിധം കറികളും ചോറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിഭവങ്ങളെ ഒരുക്കിയിട്ട് നമ്മൾ അയ്യപ്പന് സദ്യ കൊടുക്കാൻ പോണു. അപ്പൊ ഈ വീഡിയോ ഓണം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെയും അയ്യപ്പന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്രയും കറികളും ചോറൊക്കെ കൂട്ടി നമ്മുടെ ആരിഷ്മോൻ എല്ലാ കറിയൊക്കെ കൂട്ടി അങ്ങോട്ട് ചോറ് കുഴക്കാണ് ആനയ്ക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ സമൃദ്ധിയായിട്ടുള്ള ഒരു ഓണം തന്നെയാണ് നമ്മ ആനയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തുള്ള ഞാൻ തന്നെ കൊടുക്കണ്ടേ. അപ്പൊ അത് കാരണം ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആരിഷും കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് കാത്തിരിക്കണേ.